ഇനി നമ്മൾ കാണുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ എല്ലാവരും GST ഓഫീസർമാരായിരിക്കും, അതിനകത്തൊരു സംശയമില്ല. സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ പരീക്ഷയുടെ റാങ്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള ഒരു ചെറിയൊരു മീറ്റപ്പാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് 6ാം റാങ്ക് ഹോൾഡർ നമ്മുടെ ഷമീം, അതുപോലെ 12ാം റാങ്ക് ഹോൾഡർ പ്രവീൺ, അതുപോലെ 15ാം റാങ്ക് ഹോൾഡർ ഐശ്വര്യ. അപ്പോൾ ഇതിനകത്ത് ഇവരെ 3 പേരെയും ഒരുമിച്ച് കിട്ടിയപ്പോൾ എനിക്ക് പ്രധാനമായിട്ടും ചോദിക്കാനുള്ളത്, നമ്മുടെ ആ ഒരു സഹകാരിയുടെ പ്രിപ്പറേഷൻ, അതിലുപരി നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് സ്റ്റഡിയുടെ ഒരു ഇമ്പാക്റ്റ്, അതിനകത്ത് നമുക്ക് ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് റോൾസ് ഉറപ്പായിട്ടും ഉണ്ടാകണം. അപ്പോൾ എന്തായിരുന്നു ഷമീമിൻ്റെ എക്സാക്ട് റോൾ? എൻ്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ കോർഡിനേറ്റേഴ്സ് എന്ന് പറയാം. ഞങ്ങൾ 3 പേര് കോർഡിനേറ്റേഴ്സ് ആയിട്ടുണ്ടായിരുന്നു, ശ്രീകുമാർ സാറും റിയാസ് സാറും പിന്നെ ഞാൻ. അപ്പോൾ ഇന്ന് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ ഇട്ട് ക്ലാസ് തുടങ്ങി അത് ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എൻ്റെ റോൾ ഉണ്ടായിരുന്നത്. ക്വിസിൻ്റെ ആണെങ്കിൽ റിയാസ് സാറാണ്, പിന്നെ ഒന്ന് മൊത്തത്തിലുള്ള ഓവറോൾ കോർഡിനേഷൻ ശ്രീകുമാർ സാറിൻ്റെ ആയിരുന്നു. അപ്പോൾ മുടങ്ങാതെ ക്ലാസ്സുകളെല്ലാം നമുക്ക് കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളതും അത് ക്ലാസ് എടുക്കുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ റോൾ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് സ്റ്റഡി ആവട്ടെ, എങ്ങനെയുള്ള പ്രിപ്പറേഷൻ ആവട്ടെ, ഓഫ് കോഴ്സ് ഒരു PSC പരീക്ഷയെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കി പഠിക്കാൻ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുണ്ട്. നമ്മൾ പലരും ഒരു മടിച്ചു നിൽക്കുന്നൊരു ഏരിയയാണ് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാൻ. പലപ്പോഴും പല സ്ഥലങ്ങളിലും എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തുള്ളൊരു പ്രിപ്പറേഷൻ പല സ്ഥലങ്ങളിലും കുറവാണ് താനും. അതിന് പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. നമ്മൾ പുതിയൊരു ക്വസ്റ്റ്യൻ ജനറേറ്റ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് അവിടെ എറർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു റിസ്ക്കാണ്. എപ്പോഴും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സംബന്ധിച്ച് പോലും എപ്പോഴും വലിയ ഹൈ റിസ്ക്കാണ്. അപ്പോൾ നമ്മൾ ടേക്ക് ഓവർ ചെയ്യണം. അപ്പോൾ ഗ്രൂപ്പ് സ്റ്റഡിയുടെ ഭാഗത്തും ഓഫ് കോഴ്സ് ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, ക്വസ്റ്റ്യൻസ് പുതുതായിട്ട് നിങ്ങൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കൊരു ക്വസ്റ്റ്യൻ മേക്കർ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. പരീക്ഷയിൽ നമുക്ക് അതിനനുസരിച്ചുള്ള അഡ്വാൻറ്റേജും കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ഗ്രൂപ്പ് സ്റ്റഡിയിൽ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചധികം പേരുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മേഖല എങ്ങനെയാണ് നിങ്ങളെ പഠനത്തിൽ അല്ലെങ്കിൽ നിങ്ങളെ ഈ ഒരു 12ാം റാങ്കിലേക്ക് എത്തിക്കാൻ വേണ്ടി സ്വാധീനിച്ചത് പ്രവീൺ? നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ആ മോഡൽ ആയിരിക്കില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അത് ഉറപ്പായിട്ടുണ്ടായിരുന്നു. നേരിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കില്ല എന്നുള്ളത്. പിന്നെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഇത് ചോദിക്കുന്നത്. കാരണം അതിന് മുമ്പായിട്ട് ഒരു അക്കൗണ്ടൻറ്റ് എക്സാം വന്നിരുന്നു, അതിൽ അങ്ങനെ ആയിരുന്നു ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നത്. അപ്പം ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്ന അതൊക്കെ ക്വസ്റ്റ്യൻസ് ആ രീതിയിലാണ് മാറ്റം വരുത്തിയത്. ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തതുകൊണ്ട് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തു. ഞങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് 10,000-ഓളം ക്വസ്റ്റ്യൻസ് ആണ് ഞങ്ങൾ ചെയ്തിരുന്നത്. ഞങ്ങൾ ഗ്രൂപ്പിൽ പഠിച്ചിരുന്നു, ഗ്രൂപ്പ് സ്റ്റഡിയിൽ പഠിച്ചിരുന്നു. ടെലഗ്രാം ഗ്രൂപ്പിൽ കൂടിയൊക്കെ ആയിരുന്നു ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തത്. അതുകൊണ്ട് എക്സാം ഹോളിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. പെട്ടെന്ന് ടൈം സേവ് ചെയ്യാൻ പറ്റി. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു വലിയ ടഫുള്ള ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്നുള്ളത് പ്രതീക്ഷിച്ചിരുന്നു. അപ്പം അതുകൊണ്ട് അതെ ഒരു ലിവറേജ് കിട്ടി. പ്രവീണിൻ്റെ അടുത്ത് മറ്റൊരു കാര്യം ചോദിക്കാനല്ല, ശരിക്കും പ്രവീൺ നമ്മുടെ കുട്ടികൾ ഉദ്യോഗാർത്ഥികളോട് പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ലക്ഷ്യത്തിൻ്റെ പ്രാധാന്യമാണ്. എപ്പോഴും നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുമ്പോഴത്തേക്കും ദാറ്റ് ഷുഡ് ബി ഡെസ്റ്റിനേഷൻ അല്ലേ, ഡെസ്റ്റിനേഷൻ ആയിരിക്കണം. ആ ഡെസ്റ്റിനേഷൻ നമ്മൾ എപ്പോഴെത്തണമെന്നും എങ്ങനെ എത്തണമെന്നും അത് ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ കൃത്യമായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള പരീക്ഷകൾ ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം. അത് ഓഫ് കോഴ്സ് അത് എല്ലാവർക്കും എത്തിച്ചേർന്ന എല്ലാവർക്കും അത്തരത്തിൽ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളതാണ്. അതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ CA പരീക്ഷയല്ലേ, CA എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് കാലത്ത് നമ്മുടെ ഡ്രീമാണ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവുക എന്നുള്ളത്. അപ്പോൾ ആ പരീക്ഷയെ പോലും ഒരു സൈഡ് മാറ്റി വയ്ക്കുകയും അപ്പോൾ അന്ന് ഒരു 10 മാർക്കിനാണത് മിസ്സാകുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് ഈ പരീക്ഷയ്ക്ക് നിങ്ങൾ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അത്തരത്തിൽ എത്തിപ്പെടാൻ വേണ്ടി ഉള്ളൊരു എഫേർട്ട് എന്തായിരുന്നു ഈ പരീക്ഷയുടെ? ഫസ്റ്റ് CA ഫൈനൽ എക്സാം എഴുതുന്ന സമയത്ത് 2014 എഴുതിയത്. ആ സമയത്ത് ഒരു 10 മാർക്കിനായിരുന്നു അത് 2 ഗ്രൂപ്പ് കൂടി മിസ്സായത്. പിന്നെ അതിനുശേഷം ഞാൻ പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്തു. അപ്പം എനിക്ക് തോന്നി CA എന്നെ മതി എന്നുള്ള ലക്ഷ്യത്തിൽ ഞാൻ PSC പരീക്ഷകളൊന്നും എഴുതിയിട്ടില്ല. പിന്നെ കൊറോണ സമയത്ത് പെട്ടെന്ന് ജോലിനെ ബാധിച്ചു. എല്ലാവർക്കും എല്ലാ പ്രൈവറ്റ് മേഖലകളിലും അതുണ്ടായിരുന്നു. പക്ഷേ ഗവൺമെൻറ് ജോബിൽ അത് വന്നിട്ടില്ല. ഗവൺമെൻറ് ജോബ് അപ്പോഴാണ് മനസ്സിലായത് ഗവൺമെൻറ് ജോബാണ് ഏറ്റവും സെക്യൂർഡ് എന്ന്. അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ ഡിവിഷണൽ അക്കൗണ്ടൻ്റ് അങ്ങനെ വേറെ ഒരു എക്സാം എഴുതണം എന്നുള്ള മനസ്സിൽ ആ ഗവൺമെൻറ് ജോബ് കിട്ടണം എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വന്നു. ആ സമയത്താണ്
ഡിവിഷണൽ അക്കൗണ്ടൻ്റ് ഉണ്ടായിരുന്നു, പിന്നെ STO വന്നു. പിന്നെ അങ്ങനെ എനിക്കാണെങ്കിൽ 36 വയസ്സും ആയിട്ടുണ്ടായിരുന്നു ആ സമയം. കറക്റ്റ് 2020 36, 21 36 വയസ്സായിട്ടുണ്ട്. പിന്നെ എനിക്ക് അപ്ലൈ ചെയ്യാനും പറ്റില്ല. PSC ജനറൽ ആയതുകൊണ്ട് ലാസ്റ്റ് PSC ആണ്, ലാസ്റ്റ് ചാൻസുമാണ്, ഒരു വർഷമുള്ളൂ. ആ ഇയറിൽ വന്ന എല്ലാ പരീക്ഷകളും ഞാൻ അപ്ലൈ ചെയ്തു. അതിൽ എല്ലാ ലിസ്റ്റിലും വന്നിട്ടുമുണ്ട്. ഓഫ് കോഴ്സ് നമുക്ക് ഇവിടെ സഹകാരിയിൽ STOയ്ക്ക് വേണ്ടി പഠിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അക്കൗണ്ടൻറ്റ് ഗ്രേഡ് 2-ൽ ഏത് 17 റാങ്ക്, ജൂനിയർ മാനേജർ അക്കൗണ്ട്സിൽ 5-ാം റാങ്ക്, അങ്ങനെ ഒന്നിലധികം അല്ലേ 3 റാങ്ക് ലിസ്റ്റുകളിൽ വേറൊരു അക്കൗണ്ടൻ്റ് എക്സാമിൽ അങ്ങനെ 4 റാങ്ക് ലിസ്റ്റുകളിൽ നേടിയൊരു വ്യക്തി കൂടിയാണ് പ്രവീൺ. അപ്പോൾ എന്തായാലും വലിയൊരു വിജയമാണ് പ്രവീൺ. വലിയ ആശംസകൾ. എന്തായാലും ഈ ഒരു പോസ്റ്റിലേക്ക് എത്തുമ്പോഴത്തേക്കും അതിൽ ഒരുപാട് കാലം ശോഭിക്കാൻ പറ്റുന്ന ആശംസകൾ. താങ്ക് യു സർ. ഹായ് ഐശ്വര്യ, സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ പരീക്ഷയുടെ 15-ാം റാങ്ക് ഹോൾഡർ. എന്തായാലും ഐശ്വര്യ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യത്തെ അഡ്വൈസിൽ ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത അഡ്വൈസിൽ ഉറപ്പായിട്ടും നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നൊരു പൊസിഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ ഐശ്വര്യ ഈ PSC എന്ന് പറയുന്ന ഡ്രീം ആരാണ് ഐശ്വര്യയിലേക്ക് എത്തിച്ചത്? അതോ ഐശ്വര്യക്ക് തോന്നിയതാണോ ഇങ്ങനെ ഒരു ഇപ്പോൾ പ്രവീൺ പറഞ്ഞ പോലെ ഒരു സെക്യൂർ ജോബിൻ്റെ ആവശ്യകതയെക്കുറിച്ച് തോന്നിയിട്ടുണ്ടോ, അതോ നമ്മൾ ആരെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടോ? ആദ്യം എനിക്കിതിനെക്കുറിച്ചിട്ട് ഞാൻ PG കഴിഞ്ഞ ഉടനെയാണ് STOയ്ക്ക് അപ്ലൈ ചെയ്തത്. പക്ഷേ ആ സമയത്ത് തന്നെ ഞാൻ ടെമ്പററി ആയിട്ട് ഞാനൊരു ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ എംപ്ലോയീസിനെയൊക്കെ കണ്ട് അങ്ങനെ ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ ഇതിലൊന്നും കൂടെ നന്നായിട്ട് പഠിക്കാം എന്നുള്ള രീതിയിൽ ഇറങ്ങിയത്. അപ്പോൾ ആദ്യം നമ്മൾ ജനറൽ ആയിട്ടുള്ള PSC എക്സാമിനേഷൻസ് ആണ് അത് ജസ്റ്റ് അപ്ലൈ ചെയ്യും, പോയി എഴുതും പോവും, അങ്ങനെ അതെ വെറുതെ പോയി എഴുതും, അത്രയേ ഉള്ളായിരുന്നു. ഒന്ന് കാര്യമായിട്ട് ഫോക്കസ് ചെയ്തിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചത് STOയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും ആ ഒരു എഫേർട്ട് ഇത്ര മാത്രമാണ് നിങ്ങളത് എല്ലാവരുടെ പറയാനുള്ളത്. കാര്യം നമ്മളൊരിക്കലും ഒരു PSC പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എഴുതാൻ പോകുമ്പോഴത്തേക്കും നമ്മളൊരു 10 പരീക്ഷ ഉണ്ടെങ്കിൽ 10 പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യും. അതുപോലെ അതിൽ 3-4 എണ്ണം നമുക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം അവിടെ ഇവിടെ എടുത്ത് പഠിക്കും. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള സൈക്കോളജി എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്, ഇത് കിട്ടിയില്ലെങ്കിൽ സാറേ അതെങ്കിലും കിട്ടണ്ടേ എന്നാണ് പറയുന്നത് എല്ലാവരും, അല്ലേ? അങ്ങനെ പലരും ഒരുപാട് പേരൊന്നും പറയും സാറേ ഇത് കിട്ടിയില്ലെങ്കിൽ അതെങ്കിലും. നമ്മൾ എടുക്കുന്ന ലോട്ടറി അല്ല, എല്ലാവരും മനസ്സിലാക്കുക, നമ്മളൊരിക്കലും ലോട്ടറി അല്ല എടുക്കുന്നത്. നമ്മുടെ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് തുടക്കത്തിലെ ഏതൊരു പരീക്ഷയ്ക്കും വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ തുടക്കത്തിലേ നമ്മൾ ആ ഒരു 10% ഓഫ് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ തുടക്കത്തിലെ ഇതിൽ ഞാനുണ്ട്, ഈ ഗെയിമിൽ ഞാനുണ്ട്, ഈ ജോലി എനിക്ക് കിട്ടുമെന്നൊരു കോൺഫിഡൻസോട് പോകാൻ പറ്റും. അപ്പോൾ അത്തരത്തിലൊരു കോൺഫിഡൻസ് എപ്പോഴെങ്കിലും ഐശ്വര്യക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? ആദ്യം സ്റ്റാർട്ടിങ് ടൈമിൽ ഞാൻ സബ്ജക്റ്റായിട്ട് PG കഴിഞ്ഞു, പിന്നെ ഒരു 1 ഇയർ ഗ്യാപ്പ്, അതിനുശേഷമാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ അന്ന് നമ്മൾ എക്സാമിന് പഠിക്കുമ്പോൾ വലിയൊരു പ്രിപ്പറേഷൻ ഒന്നും ഇല്ലല്ലോ, അത്ര ഡീപ്പായിട്ടുള്ള നോളജ് PG ലെവലിലായാലും ഇല്ലായിരുന്നു. പിന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഉള്ള ക്ലാസ്സുകളും പിന്നെ നമ്മുടെ ഗ്രൂപ്പ് സ്റ്റഡി അതുവഴിയൊക്കെയാണ് കൂടുതൽ പഠിക്കുന്നത്. ആ സ്റ്റാർട്ടിങ് ടൈമിൽ റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും വരണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പ്രത്യേകിച്ച് ഒരു എയിമൊന്നും ഇല്ലായിരുന്നു. പിന്നെ പോകെ പഠിച്ചു അതെ. പിന്നെ നല്ല ഫ്രണ്ട്സ് ഒക്കെ ആയി, അങ്ങനെ ഗ്രൂപ്പ് സ്റ്റഡി, അങ്ങനെ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് പഠിക്കാൻ തുടങ്ങി. പിന്നെ ലാസ്റ്റിലേക്കൊരു ഒരു കോൺഫിഡൻസ് കിട്ടുമായിരിക്കും എന്നുള്ള. അപ്പോൾ ഐശ്വര്യ, നമുക്ക് എന്തായാലും കുടുംബിനിയായിട്ടുള്ള ഒരാളാണ്. വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയായിരുന്നു? എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നായാലും എൻ്റെ വീട്ടിൽ നിന്നായാലും നല്ല സപ്പോർട്ടാണ്. അവന് മോനുണ്ടായിരുന്നു, മോനൊരു വയസ്സ് കഴിഞ്ഞ ആ ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്തത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഈ പോസ്റ്റിന് ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തൊഴിൽ വാർത്തയിൽ എന്തോ ഒരു ആഡ് കണ്ടിട്ട് ഹസ്ബൻഡിൻ്റെ അമ്മയാണ് ഇവിടെ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ രണ്ടുപേരും നല്ല സപ്പോർട്ടാണ്. ഞാൻ അവിടെ ആയാലും ഇവിടെ ആയാലും ഞാൻ വേറെ കാര്യങ്ങളിലൊന്നും എൻഗേജ്ഡ് ആയിട്ടില്ലായിരുന്നു. വീട്ടുകാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. മോൻ്റെ കാര്യമായാലും അവർ തന്നെ നോക്കും. ഫുൾ എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് പഠിക്കുകയും ജോലി വേണം എന്നുള്ള ഒരു ഭയങ്കര മോട്ടിവേഷൻ തന്നത്. അമ്മ സർവീസിലായിരുന്നു, അപ്പോൾ അമ്മ ഭയങ്കര സപ്പോർട്ടായിരുന്നു ജോലി വേണം എന്നുള്ളതിൽ. അപ്പോൾ കൂട്ടത്തിലൊരു സ്ത്രീ ശബ്ദം എന്ന നിലയ്ക്ക് ഒരുപാട് പേര് പറഞ്ഞ പോലെ സ്ത്രീകൾ, കുടുംബിനികളായിട്ടുള്ള ആൾക്കാർ ഇതേപോലുള്ള പരീക്ഷകൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ജോലിയൊക്കെ ചെയ്തുകൊണ്ട് കുഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷനിലെല്ലാം ആ സിറ്റുവേഷൻസ് എല്ലാം കൊണ്ട് ഒരുപാട് ആൾക്കാർ പിറകോട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഓഫ്കോഴ്സ് നമുക്ക് എന്തായാലും ഒരു സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിലാണ് പോകാൻ പറ്റുക. സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരു പ്ലസ് ആണ്. സപ്പോർട്ട് ഇല്ലാതെ പോലും പഠിച്ചു പോകുന്ന ആൾക്കാരും വന്ന ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന
ഐ മീൻ ലേഡീസിന് ഇതുപോലെ ഉള്ള ബുദ്ധിമുട്ടുകൾ ഉറപ്പായിട്ടും കുടുംബത്തിലുണ്ടാകുന്ന ലേഡീസിന് എന്ത് അഡ്വൈസാണ് ഐശ്വര്യ കൊടുക്കാനുള്ളത്? നമ്മൾ മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്യുക. നമ്മൾക്ക് ഒരുപാട് എന്താ പറയുക പ്രശ്നങ്ങളും ഫാമിലി പ്രോബ്ലങ്ങളും എല്ലാം ഉണ്ടാവും. പക്ഷേ നമ്മൾ കിട്ടുന്ന സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്യാതെ പഠിച്ചുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ ജോലി ചെയ്തുകൊണ്ട് തന്നെയാണ് പഠിച്ചത്. അപ്പോൾ ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും ഞാൻ നോട്ട്സൊക്കെ നോക്കും, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യും, പെൻഡിങ് ഉള്ള ക്ലാസ്സുകൾ കേൾക്കും. ഒരു ദിവസം പോലും ഞാൻ അങ്ങനെ മുടക്കിയിട്ടില്ല. ഒരു 4 അവർ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ട്രാവൽ ചെയ്യാനുണ്ട് ഓഫീസിലേക്ക്. അപ്പോൾ ഈ ടൈമിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വേസ്റ്റ് ചെയ്യാതെ ഓഫീസിലായാലും കിട്ടുന്ന ടൈമിലൊക്കെ ഇരുന്ന് പഠിക്കാറായിരുന്നു പതിവ്. അപ്പോൾ ടൈം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. മനസ്സിൽ വേണം നമുക്ക്. അതെ, നമുക്കൊരു എയിമുണ്ട്, ആ എയിമിലേക്ക് അച്ചീവ് ചെയ്യണം. അതൊന്ന് ഡീവേറ്റ് ചെയ്യാതെ മാക്സിമം പഠിക്കാം. അപ്പോൾ അതിനോടൊപ്പം സഹകാരിയുടെ പരീക്ഷാ സ്ട്രാറ്റജി, കാരണം ഓരോ ക്ലാസ്സുമായി ബന്ധപ്പെടുത്തി നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം ചോദ്യങ്ങൾ തന്നിട്ടുള്ളൊരു എക്സാമിനേഷൻ, പിന്നെ വീക്കിലി എക്സാമിനേഷൻ, അത് എങ്ങനെ സഹായിച്ചിട്ടുണ്ട്? സഹകാരിത്തെ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ഡെയിലി വരുന്ന ക്ലാസ്സുകൾ വീഡിയോസ് മാക്സിമം അറ്റൻഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അത് പെൻഡിങ്ങിൽ വെക്കാറില്ലായിരുന്നു. പിന്നെ അന്നിടുന്ന ടെസ്റ്റുകൾ അതും കംപ്ലീറ്റ് ചെയ്യും. ഓരോ ദിവസത്തെ കറക്റ്റായിട്ട് എന്തെങ്കിലും ഡെയിലി കംപ്ലീറ്റ് ചെയ്തിട്ട് പോകണം. അത് പിറ്റേ ദിവസത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഓവർ ബേർഡൻ ആവും. അതെ, ഉറപ്പായിട്ടും. അപ്പോൾ പ്രവീണിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ച് അവസാന ചാൻസ് അല്ലേ, ലാസ്റ്റ് ചാൻസ് ആണ്. ഇനി നമുക്കൊരു ചാൻസ് ഇല്ല. അതിനോടൊപ്പം ജോലി ചെയ്യാതെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റത്തില്ല. ഇതെല്ലാം പോട്ടെ, അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്ന എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. അവസാന ഘട്ടമായപ്പോഴത്തേക്കും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 8 ക്ലാസ് വരെ ഒരു ദിവസം 8 അവർ വരെ ഇട്ട ദിവസങ്ങളുണ്ട്. ആവറേജ് 4 തൊട്ട് 5 ക്ലാസ് വരെ. കാരണം നമുക്ക് അത്രയും വലിയ സിലബസ് വന്നപ്പോഴത്തേക്കും ഡെയിലി ഇത്രയും ക്ലാസ് കണ്ടു തീർക്കാൻ എങ്ങനെയാണ് പ്രവീൺ സമയം കണ്ടെത്തിയത്? അതിൽ എനിക്ക് കൊമേഴ്സ് ബേസ്ഡ് എനിക്ക് കുറച്ച് സ്ട്രോങ് സോൺ ഉണ്ടായിരുന്നു. അതെ, കൊമേഴ്സിൽ എനിക്ക് കുറച്ചൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഞാൻ CA പഠിച്ചത് കൊണ്ട്, CA ഫൈനലിൻ്റെ കോച്ചിങ് ഒക്കെ ചെയ്തത് കൊണ്ട് എനിക്ക് ആ സബ്ജക്റ്റിൽ കുറച്ച് ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് അക്കൗണ്ടൻസിൻ്റെ ക്ലാസ്സുകളൊക്കെ ഞാൻ ക്ലാസ് ഒഴിവാക്കി എക്സാം അറ്റൻഡ് ചെയ്യും. എക്സാം അറ്റൻഡ് ചെയ്ത് നോക്കുമായിരുന്നു ക്ലാസ് ഒഴിവാക്കിയിട്ട്. പിന്നെ ലോ സബ്ജക്ട്സുകളാണ് ഞാൻ ഫുള്ളായിട്ട് ക്ലാസ് കേട്ടിട്ട് എക്സാം അറ്റൻഡ് ചെയ്ത് പോകുന്നത്. എനിക്ക് ആ ഒരു ഇതുള്ളത് കൊണ്ട് നമ്മൾ ആ ഏരിയയിൽ കൂടുതൽ എക്സാംസ് അറ്റൻഡ് ചെയ്ത് നമ്മൾ ആ വീക്ക് പോയിന്റ്സ് എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയി. അപ്പോൾ നമുക്ക് വീക്കായിട്ടുള്ള ഏരിയാസിൻ്റെ ക്ലാസ് മാക്സിമം കണ്ടു തീർക്കാൻ വേണ്ടി. പിന്നെ ഞാൻ പഠിച്ച കാര്യങ്ങൾ പിന്നെയും പഠിച്ചിട്ട് ഇല്ല. ഞാൻ അത് അങ്ങനെ സമയം പോക്കണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. പഠിച്ചത് അറിയാത്ത കാര്യങ്ങൾ നോക്കുക, അറിയാത്ത പോയിന്റ്സ് നോക്കുക, അങ്ങനെ. പിന്നെ എക്സാം അറ്റൻഡ് ചെയ്യണം, എല്ലാ എക്സാമുകളും അറ്റൻഡ് ചെയ്യണം. പരീക്ഷ എഴുതിയുള്ള പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും നമ്മളെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, കുട്ടക്കണലിലെ തവള പോലെ ഇരിക്കുമെന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അതെ, ശരിയാണ് സാർ, ഉറപ്പായിട്ടും. അപ്പോൾ നിലവിൽ ഷമീം നമ്മുടെ ടീച്ചിങ് ഫീൽഡിലാണ്. വലിയൊരു ഡ്രീമായിരുന്നു അല്ലേ നമുക്ക് ടീച്ചിങ് ഫീൽഡിൽ എത്തുക എന്നുള്ളത്. HOD പോസ്റ്റിലേക്ക് വളരെ കുറഞ്ഞ വേക്കൻസികൾക്ക് വേണ്ടിയിട്ട് മത്സരിച്ച് ആ പോസ്റ്റിലെത്തി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ നിലവിൽ ഈ ടീച്ചിങ് ഫീൽഡ് വിട്ട് GST ഓഫീസറായിട്ട് പോകുന്നുണ്ടോ, അതോ ഇവിടെ തന്നെ നിൽക്കാനാണോ പ്ലാൻ? ഇപ്പോഴും പബ്ലിക്കിന് മുന്നിൽ നമ്മളെ സുഹൃത്തുക്കൾക്ക്, അടുത്ത സുഹൃത്തുക്കൾക്ക് മുന്നിലല്ലാതെ റിവീൽ ചെയ്തിട്ടില്ല ആ കാര്യം. പക്ഷെ എന്നാലും പോകണം എന്ന് അതിയായ ആഗ്രഹമുണ്ട്. കാരണം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ പോസ്റ്റാണ്, നല്ല പോസ്റ്റാണ്. പിന്നെ പ്രാക്ടിക്കലായിട്ട് ഇപ്പം ആസ് എ ടീച്ചർ ഒരു കൊമേഴ്സ് പഠിപ്പിക്കുന്നത്, അതുപോലെ പ്രാക്ടിക്കൽ കൊമേഴ്സും രണ്ടും രണ്ട് തന്നെയാണ്. കുറച്ചും കൂടി കുറേ കൂടെ പ്രാക്ടിക്കലായിട്ട് നിൽക്കുക, ലൈവായി നിൽക്കുക എന്നുള്ളതാണ് അതിയായ ആഗ്രഹം. അപ്പോൾ ടീച്ചിങ് അവിടെയും പോസിബിൾ ആവുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ടീച്ചിങ് കേവലം ഒരു 4 ചുമരുകൾക്കിടയിലുള്ള ക്ലാസ് റൂമിനകത്ത് മാത്രമല്ല, അല്ലാതെ നമുക്ക് മറ്റ് പലതരത്തിലും പഠിപ്പിക്കാനുള്ള സൗകര്യം വളണ്ടറി കിട്ടുമായിരിക്കും ഉറപ്പായും. അതുകൊണ്ട് തന്നെ ഈ ഫീൽഡിനോട്, ടീച്ചിങ് ഫീൽഡിനോട് ഒരുപക്ഷെ ബൈ പറയാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റു കാരണങ്ങൾ കൂടെ ഉണ്ട്. ഞാനിപ്പം വർക്ക് ചെയ്യുന്നത് കോഴിക്കോടാണ്, സ്വദേശം കണ്ണൂരാണ്. ഇനി ഈ പോസ്റ്റ് തിരുവനന്തപുരം, കോട്ടയം അങ്ങനെ തുടങ്ങി കുറച്ച് തെക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലൊക്കെയാണുള്ളത്. പക്ഷേ GST ആണെങ്കിൽ ഒരു പക്ഷേ എനിക്ക് എൻ്റെ ഹോം ടൗണിൽ തന്നെ അവിടെ വർക്ക് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് എന്നുള്ളതും ഇതിനെ വ്യത്യസ്തമാക്കുന്നുണ്ട്. ഇനി നമ്മൾ കാണുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ എല്ലാവരും GST ഓഫീസർമാരായിരിക്കും, അതിനകത്തൊരു സംശയമില്ല. അപ്പോൾ വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ ഈ ഒരു യാത്രയിൽ ഒരു ഭാഗമായി മാറാൻ പറ്റിയത് സഹകാരിക്ക്. ഇനിയുള്ള വെഞ്ചേഴ്സ്, ലൈഫിൽ വരുന്ന ഫ്യൂച്ചർ വെഞ്ചേഴ്സിലും അല്ലെങ്കിൽ ഇനിയും ഇതിനേക്കാളും വലിയ അവസരങ്ങൾ ഇനിയും വരും, പല മേഖലയിലും ഒക്കെ വരുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ അതിനേക്കുള്ള എല്ലാ വിജയാശംസകളും ഇപ്പോൾ നേരുകയാണ്. കണ്ടതിൽ സന്തോഷം. ഇനിയും നമുക്ക് കാണണം. താങ്ക് യു സർ.